റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കണ്ണൂരിൽ അർജുൻ ആയങ്കിക്ക് സഹായം ചെയ്തു നൽകിയ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം. 1/2 ഡസനോളം വരുന്ന സുഹൃത്തുക്കളാണ് ആയങ്കിക്ക് ഒളിത്താവളം ഒരുക്കിയതും സഞ്ചരിക്കാൻ വാഹനങ്ങൾ ഏർപ്പാടാക്കിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എറണാകുളത്തും തൃശൂരും ആയങ്കിയെ പോലീസ് തിരയുമ്പോൾ ആയങ്കി ഉണ്ടായിരുന്നത് കണ്ണൂരിൽ. പക്ഷേ സ്ഥിരം വാഹനം ഉപയോഗിച്ചില്ല. മൊബൈൽ ഫുൾ ടൈം സ്വിച്ച്ഡ് ഓഫും. വ്യാഴാഴ്ച രാത്രി തന്നെ ആയങ്കി കണ്ണൂരിലെത്തിയിരുന്നു. അഴീക്കോട് സ്വദേശികളായ ജിതിൻ എന്ന കുട്ടനും സുഭാഷും അന്നേ ദിവസം ആയങ്കിയെ രഹസ്യ കേന്ദ്രത്തിൽ പാർപ്പിച്ചു. വ്യാഴാഴ്ച പ്രണവ് എന്ന സുഹൃത്തിനോടൊപ്പം ജില്ലയിൽ പലയിടങ്ങളിലും സഞ്ചരിച്ചു. വാട്ടർ പ്യൂരിഫയർ സർവീസ് ജോലി ചെയ്യുന്ന പ്രണവ് ഓരോ ഇടങ്ങളിലും ജോലിക്ക് വേണ്ടി പോകുമ്പോഴും ആയങ്കി കാറിൽ തന്നെ തുടർന്നു. പിന്നീട് തളിപ്പറമ്പിലെ സുജിൻ എന്ന സുഹൃത്തിന്റെ സഹായത്തോടെ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചു. അതേസമയം പോലീസിനെ കബളിപ്പിക്കാൻ പ്രണവ് ആയങ്കി സഞ്ചരിച്ച കാറുമായി പലയിടങ്ങളിൽ കറങ്ങി. ശനിയാഴ്ച പോലീസ് അന്വേഷണം ശക്തമായതോടെ തളിപ്പറമ്പിൽ നിന്നും ഓട്ടോറിക്ഷയിൽ കറക്കം. മണിക്കൂറുകളുടെ കറക്കത്തിനു ശേഷം ചുടലിയിൽ ഇറങ്ങി. രാഹുൽ എന്ന സുഹൃത്തിനോടൊപ്പം ചുവന്ന നെക്സോൺ കാറിലാണ് കണ്ണൂർ താളിക്കാവിലെ സുഹൃത്തായ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിലെത്തിയത്. രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത് കണ്ണൂർ പഴയ സ്റ്റാൻഡിൽ അർജുൻ ആയങ്കിയെ ഇറക്കിവിട്ടെന്നാണ്. പിന്നീട് ചുവന്ന നെക്സോൺ കാറിന്റെ സഞ്ചാര വഴി വ്യാപക CCTV പരിശോധനയിലൂടെയാണ് പോലീസ് കണ്ടെത്തിയത്. 60 മണിക്കൂറിനിടെ 3 കാറുകൾ മാറി മാറി ഉപയോഗിച്ചു. 3 ഇടങ്ങളിൽ ഒളിച്ചു കഴിഞ്ഞു. ആയങ്കിയെ മാത്രമല്ല സഹായം നൽകിയ സുഹൃത്തുക്കളെയും കൂട്ടാൻ തന്നെയാണ് പോലീസിന്റെ നീക്കം. റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.